ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ആകുല ചിന്തയിൽ സമാധാനം. ആകുല ചിന്തയിൽ സമാധാനം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചതിന് ശേഷം തിരിച്ചു വരുന്നത് വരെ അവർ ആകുല ചിന്തയിലാണ്. മക്കൾ ജോലിക്ക് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം തിരിച്ചു വരുന്നത് വരെ അവർ ആകുല ചിന്തയിലാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഭാര്യ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരും വരെ ചിന്തയാണ് ഏവർക്കും. അതായത് നമ്മൾ എന്തു തന്നെ കാര്യം ചെയ്താലും അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്ത എന്നാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ സ്വയമാണ്, ചില മനുഷ്യരിൽ മാത്രമാണ്. എന്നാൽ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പരിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത് എന്ന്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നാം കണ്ടതായ വേദഭാഗം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അങ്ങനെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. നമ്മളുടെ ബലഹീനതകൾ കൃത്യമായി മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, ആരാധനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, ഉദാശകളിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, നമുക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല. അങ്ങനെ നാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുക. നാം ഓരോരുത്തർക്കും നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തന്നെ തുടങ്ങിയതിന് ശേഷം അതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആളിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മളത് തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടാണോ നാം അത് ചെയ്തതെന്ന് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് തെറ്റിയതെന്ന്. കർത്താവിൽ ആശ്രയിച്ച് അവനിൽ ശരണപ്പെട്ട് ജീവിച്ച നമ്മുടെ പിതാക്കന്മാരെ നോക്കുക. നമ്മൾ യോബിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവൻ ദൈവത്തിൽ ശരണപ്പെട്ട് ഇത്രയും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവൻ ദൈവത്തെ മുറുക്കി പിടിച്ചവനാണ്. അവൻ ഒരിക്കലും ദൈവത്തെ നിന്ദിച്ചില്ല. അബ്രഹാമിനെ നോക്കുക, ഇസ്ഹാക്കിനെ നോക്കുക, യാക്കോബിനെ നോക്കുക. അവർ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിച്ചത് കൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. യൗസേപ്പിനെ നോക്കുക, മിസ്രൈമിൽ ചെന്ന് അവൻ തെറ്റുകളിലേക്ക് വീഴാതെ അവൻ പിടിച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടതുകൊണ്ട് അവൻ അവിടെ മഹാമന്ത്രിയായതായി നാം കണ്ടു. അതുപോലെ തന്നെ ദാനിയേലിനെ നോക്കുക, അവിടെ രാജാവിൻ്റെ വിളംബരം ഉണ്ടായതിനു ശേഷവും അവർ ദൈവത്തിൽ നിന്ന് മാറി നിന്നില്ല. ശത്രുക്ക്, മേശക്ക്, അബേദ്നെഗോഗ്, ബെൽത്ശസ്സർ എന്ന് അവർക്ക് അവരുടെ എബ്രായ ഭാഷയിലുള്ള പേര് മാറ്റിയിട്ട് അവർക്ക് അവിടുത്തെ ഭാഷയിൽ പേരിട്ട് അവരെ അതിൻ പ്രകാരം മാറ്റുവാൻ ശ്രമിച്ചിട്ടും അനനിയാവ്, ആശരിയാവ്, മീശായേൽ എന്നിവർ അവരെ തിരുത്തിയില്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. അവരെ തീച്ചൂളയിലിട്ടിട്ടും അവർ അതിൽ വെന്തുപോയില്ല. സിംഹക്കുഴിയിലിട്ടിട്ടും സിംഹം ദാനിയേലിനെ കടിച്ചു കീറിയില്ല. അതുപോലെ മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓരോ പിതാക്കന്മാരെ നമുക്ക് അവരുടെ ജീവിത രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പരിമല തിരുമേനിയെയും പാമ്പാടി തിരുമേനിയെയും നോക്കുക. അവർ ജീവിച്ച രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല എങ്കിലും അവരുടെ ജീവിത രീതി മനസ്സിലാക്കി കുറച്ചെങ്കിലും നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ അവരുടെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം
നമ്മളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്ന് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത് സഫലമാകും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. ആയതിനാൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ശരണപ്പെട്ട് അവനിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യം വരില്ല. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സഫലത പ്രാപിക്കും എന്നതിന് നമ്മുടെ പിതാക്കന്മാരെ കണ്ട് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.